അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് 3 മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മിൽക്ക് ഷേക്കൊക്കെ ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. പക്ഷേ എന്നും കുടിക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ചിലവില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള 3 ഡ്രിങ്കാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ മിൽക്ക് ഷേക്കിന് ചിലവാക്കുന്ന പോലെ ഒരുപാട് പൈസയൊന്നും വേണ്ട. പൈസ ചിലവില്ലാത്ത ഒരുപാട് മിൽക്ക് ഷേക്ക് ഉണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് ഞാനൊരു 3 എണ്ണമാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ കൂടെ തന്നെ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് കക്കിരി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിപ്പോൾ സമ്മറിന് മാത്രമല്ല അതുപോലെ തന്നെ ഇഫ്താറിനും കഴിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അത് നമുക്ക് ഡയറക്റ്റ് ഒരു മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കപ്പ് പാല് ഞാൻ കട്ടയാക്കിയത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടയാക്കിയ പാലാണെങ്കിൽ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള ജ്യൂസ് തന്നെ കിട്ടും. വെള്ളം പോലെ ആയി പോകത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ ആയിരിക്കും അത് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് കസ്കസ് ഇടുന്നുണ്ട്. കസ്കസ് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് വയറിന് നല്ലതാണ് ഈ സമയത്ത്, അതുകൊണ്ട് ചേർത്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ഷേക്കിനകത്തോട്ട് പോവാം. അടുത്ത ഞാനിവിടെ പീനട്ട് ബനാന ഷേക്കാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഈ റോബസ്റ്റ പഴം വെച്ച് ഷേക്കൊക്കെ അടിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പീനട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു തവണ അത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ 1/4 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പീനട്ട് ഒരുപാട് ചേർക്കണ്ട, കാരണം പീനട്ട് നമ്മൾ എന്തിൽ ചേർത്താലും ഒരു കുത്തുന്നൊരു രുചി വരും. വേറെ എല്ലാത്തിനേക്കാളും മുന്നിൽ നിൽക്കുക ഈ കടലയുടെ രുചിയായിരിക്കും. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് ഈക്വൽ ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ 2 റോബസ്റ്റ പഴം ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ശരിക്കും ടേസ്റ്റ് ഈക്വൽ ആയിട്ടാണ് ഉണ്ടാവുക. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് 1 കപ്പ് പാല് കട്ടയാക്കിയത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 2 വലിയ ജ്യൂസ് ഗ്ലാസ്സിനുള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഇത് അടിച്ചെടുക്കുക. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പീനട്ട് ഒരുപാട് കൂടാൻ പാടില്ല. 1/4 കപ്പേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതൊരു വെറൈറ്റി ജ്യൂസാണ്. ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഞാൻ 1 കപ്പ് പാലിനകത്തോട്ട് 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ക്രംസ് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ 1 കപ്പ് പാലിനകത്തോട്ട് ഒരു ചെറിയ ബ്രെഡ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. പാലൊന്ന് ചൂടായതിന് ശേഷം ഈ ബ്രെഡ് നമുക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കും, അതുകൊണ്ടാണ് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലിനകത്തോട്ട് 1 ബ്രെഡ് മതി, അല്ലെങ്കിൽ 1/4 കപ്പ് ബ്രെഡ് ക്രംസ് മതി. എന്നിട്ട് അത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി സ്ട്രോബെറി എസൻസ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. സ്ട്രോബെറി എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3-4 ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചൊരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രോബെറി എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നത്.
നല്ല ടേസ്റ്റാണ്, കാരണം സ്ട്രോബെറിയുടെ ചെറിയൊരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല രുചിയാണ്. ഇപ്പോൾ നിങ്ങൾ വാനിലയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ വാനിലയുടെ ഫ്ലേവർ വരും. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട്. കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടേ? അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചേർക്കുന്ന ആ ഒരു എസൻസിൻ്റെ ഇതിലായിരിക്കും നിങ്ങളുടെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറിയുടെ ഒരു ചെറിയ ഫ്ലേവർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ 3 മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഈ ചൂടിന് ഒരുപാട് പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ 3 ജ്യൂസ് അല്ലേ, അതും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ദിയാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു റെഡ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.